PM ശ്രീ പദ്ധതിയിൽ ചർച്ച തുടരാൻ CPI. പദ്ധതിയുടെ വ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്ന സമിതിയിൽ CPI മന്ത്രിമാരെ ഉൾപ്പെടുത്താൻ നീക്കം. അതേസമയം ചർച്ച ചെയ്യുന്നതിൽ നിന്നും MA ബേബി ഒഴിഞ്ഞു മാറിയതിൽ CPIക്ക് അതൃപ്തി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, PM ശ്രീ പദ്ധതിയിൽ പുകയുകയാണ് നേതൃത്വം. CPIനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് CPI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നു. എന്തെല്ലാമായിരിക്കാം ചർച്ചയിൽ ഉണ്ടാവുക? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തരത്തിൽ CPIM-ന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെ അതിന്റെ തുടക്കമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി തന്നെ CPIയുടെ ആസ്ഥാനത്തെത്തി ബിനോയ് വിശ്വവുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായത്. പക്ഷേ ആ ചർച്ച നടന്നില്ല. കാര്യങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോവുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ CPIM എടുത്തിരിക്കുന്ന ഒരു നിലപാട് വളരെ വൈകാതെ തന്നെ LDF യോഗം വിളിക്കുക, ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുക, അതിനുശേഷം CPIയുമായിട്ട് സംസാരിച്ച് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഒരു ധാരണയിലേക്ക് എത്തിക്കുക. ഇപ്പോഴും CPIM-ന്റെ നിലപാട് നഷ്ടപ്പെടാൻ പോകുന്ന പൈസ ഒരിക്കൽ പോലും ഇല്ലാതാക്കണ്ട, അത് തിരിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു PM ശ്രീ പദ്ധതിയിൽ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കും എന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാരും അത്തരത്തിൽ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, CPI ഈ PM ശ്രീ പദ്ധതിയുടെ മായി ബന്ധപ്പെട്ട ചർച്ചകൾ മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്ന ആൾ മുതൽ 2024 ഡിസംബറിലും 2025 ഏപ്രിലിലും ഇതാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയായി കൊണ്ടുവന്ന് അന്നും വലിയ തരത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. CPI പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രണ്ടു തരം വിദ്യാഭ്യാസ സമ്പ്രദായം സംസ്ഥാനത്തേക്ക് വരും. രണ്ടാമത്തേത്, വർഗീയമായ ചിന്തകളുള്ള പാഠാവലികൾ പഠിപ്പിക്കേണ്ടി വരും. അത് നമ്മളുടെ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ മേന്മയെ തകർക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു ആവശ്യം ഇല്ല എന്ന നിലപാടിൽ ഇപ്പോഴും CPI ഉറച്ചു നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ ഒരു വ്യവസ്ഥ കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണ്, അത് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു സമിതി രൂപീകരിക്കാനും ആ സമിതിയിൽ CPI മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനുമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ എന്തൊക്കെ ഉൾക്കൊള്ളണം, എന്തൊക്കെ ഉൾക്കൊള്ളണ്ട, അതായത് PM ശ്രീ പദ്ധതിയിൽ ഏതൊക്കെ ആണ് നമ്മൾ ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ തള്ളിക്കളയാം എന്ന രീതിയിലൊരു ധാരണയിലെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുക, അതിലേക്ക് CPI മന്ത്രിമാരെ പോയി ഉൾപ്പെടുത്തുക. അങ്ങനെ വരുമ്പോഴേക്കും CPIയുടെ വിയോജിപ്പ് അല്പം ഒന്ന് കുറഞ്ഞു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ CPIM മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് കൂടാതെ നാളെയാണ് അവരുടെ സംസ്ഥാന കൗൺസിൽ യോഗം ആലപ്പുഴയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടും എന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അത് സംബന്ധിച്ച നിലപാടുകൾ സ്വീകരിച്ചത്. അതേസമയം CPIയിലെ ഒട്ടുമിക്ക നേതാക്കന്മാർക്കും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനോടുള്ള കടുത്ത വിയോജിപ്പ് ഇപ്പോഴും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കൗൺസിലിലും ഒരു ഏകാഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. കൃത്യമായി സംസ്ഥാന കൗൺസിലിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തും. പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെ കടുത്ത നടപടികൾ പാർട്ടി തീരുമാനിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആദ്യഘട്ട ഒരു നീക്കം, അതായത് PM ശ്രീ പദ്ധതിയിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം, ഏതൊക്കെ തള്ളിക്കളയണം എന്ന കാര്യത്തിൽ എടുക്കുന്ന ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിലേക്ക് CPI കൊണ്ടുവരിക. രണ്ടാമത്തേത്, മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ ഉടൻ തന്നെ പാർട്ടിയുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായ ഒരു ചർച്ച, ആ ചർച്ച നടത്തി കഴിയുമ്പോൾ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. പക്ഷേ എത്ര കണ്ട് ഈ പ്രതിസന്ധിക്ക് അയവുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം CPI ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ LDF കൺവീനർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ വ്യവസ്ഥകളെ കുറിച്ച് എനിക്ക് അറിയില്ല, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിൽ ഒരു ചർച്ച ചെയ്യാതെ ആണ് ഈ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുക്കുകയും, സർക്കാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരു നിലപാടെടുക്കുകയും അത് മന്ത്രി V ശിവൻകുട്ടി അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശരിയായ കാര്യം. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാത്തത് ചെറിയ തലത്തിലുള്ള വിയോജിപ്പുകളുടെ സ്വരം ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒപ്പം മറ്റൊരു കാര്യം കൂട്ടി വായിക്കേണ്ടത് ഈ MA ബേബിയുടെ ഒരു വിയോജിപ്പാണ്. കാരണം MA ബേബി പോലും ഈ ഒപ്പിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന D രാജ, CPIയുടെ ദേശീയ സെക്രട്ടറി D രാജ
MA ബേബിയെ കാണാൻ എത്തിയിരുന്നെങ്കിലും പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ വിഷയം സംസ്ഥാനത്ത് ചർച്ച ചെയ്ത് തീർപ്പാക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതിൽ ഇടപെടാൻ MA ബേബിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയപരമായ പ്രതിസന്ധികളും ചർച്ചകളും ഒക്കെ ഇതിനകത്തുണ്ട്. ആ ചർച്ചകൾ വിഷയങ്ങൾ ഓരോന്നോരോന്നായി ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ CPIക്ക് മുന്നിൽ എന്തായാലും CPIM വഴങ്ങില്ല. CMC പദ്ധതിയിൽ ഒപ്പിട്ടു, അതൊരു നയമാണ്. ആ നയമാറ്റത്തിന് തയ്യാറല്ല എന്ന് പാർട്ടിയും വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയും പറയുമ്പോഴും എത്ര കണ്ട് CPI അയയും അല്ലെങ്കിൽ CPI ഇതിൽ നിന്ന് എത്ര കണ്ട് പിന്നോട്ട് പോകുമെന്നൊക്കെ നാളത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം നമുക്ക് അറിയാൻ കഴിയും. തീർച്ചയായും ബിനോയ്, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അങ്ങനെയാണെങ്കിൽ ഈ CPIM അനുനയിപ്പിച്ച് മുന്നോട്ട് CPIനെ അനുനയിപ്പിക്കുക എന്നത് CPIMന്റെ ഒരു ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ അനുനയിപ്പിച്ച് കൂടെ നിർത്തിയില്ലെങ്കിൽ അതൊരു പ്രതിസന്ധി ഘട്ടം തന്നെ സൃഷ്ടിക്കില്ലേ? ഈ ഒരു തിരഞ്ഞെടുപ്പുകളിനെയൊക്കെ അത് ബാധിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല? അതെ, നവംബർ 5-ാം തീയതിക്കും 7-ാം തീയതിക്കും ഇടയ്ക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നടത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം വോട്ടർ പട്ടിക എല്ലാം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ ഒരു പ്രഖ്യാപനം വന്നാൽ മതി. ആ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് പാർട്ടിക്ക് ആവശ്യമാണ്. കാരണം ബ്രൂവറി വിഷയത്തിൽ, പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ CPI എടുത്ത നിലപാട് നമുക്കറിയാം. കാരണം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒന്നിനോടൊപ്പവും CPI കൂട്ടുനിൽക്കില്ല. വെള്ളവും വായുവും മലിനപ്പെടുത്തുന്നതിനെതിരായി നിൽക്കില്ല എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചു. ആ ബ്രൂവറി വിഷയം ഇപ്പോഴും വലിയ ചർച്ചയായി മുന്നോട്ട് പോകുമ്പോഴും CPI ആ വിഷയത്തെ കാര്യമായി ഗൗരവമായി എടുത്തിരുന്നെങ്കിലും ഇപ്പോഴതൊരു അയഞ്ഞ മട്ടിലാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിലും എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ട് കഴിയുമ്പോൾ വിഷയം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ CPIM നേതാക്കന്മാർക്കുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇടപെടൽ ഇതിനൊരു മഞ്ഞുരുകലിന് വഴിവെക്കും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു പക്ഷേ നാളെ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒക്കെ ഒരേ വേദിയിൽ എത്തുന്നുണ്ട്. ആലപ്പുഴയിൽ നടക്കുന്ന പുന്നപ്ര വയലാർ വാർഷിക സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരെല്ലാം ഒരുമിക്കുന്നൊരു ഇതുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവിടെ വെച്ചൊരു ചർച്ചയ്ക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും വലിയ കാലവിളംബമില്ലാതെ കാലതാമസമില്ലാതെ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഭിന്നസ്വരം CPIയുടെ ഭാഗത്ത് ഉയരുകയാണെങ്കിൽ അത് CPIMനെ വല്ലാതെ മുറിവേൽക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രാദേശികമായുള്ള പാർട്ടിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അതിൽ എന്തുമാത്രം CPIക്ക് പങ്കുണ്ട്, CPIMന് പങ്കുണ്ടെന്നൊക്കെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇരുവരും ഒരുമിച്ചിരിക്കും, ചർച്ച ചെയ്യും, പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർക്കുള്ളത്. ശരി, PM ശ്രീ പദ്ധതിയിൽ ചർച്ച തുടരാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. പദ്ധതിയുടെ വ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്ന സമിതിയിൽ CPI മന്ത്രിമാരെ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPIയെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നത് തന്നെയാണ് CPM ശ്രമിക്കുക. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.